ഓം ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശരീരമല്ലയോ? പ്രിയരെ, ഗുരുദേവൻ രോഗബാധിതനായി ശിവഗിരിയിൽ വിശ്രമിച്ചിരുന്ന നാളുകളിൽ പലതരം വാർത്തകളാണ് പുറത്ത് പ്രചരിച്ചിരുന്നത്. ചിലപ്പോൾ ഗുരുദേവന് രോഗം വളരെ മൂർച്ഛിച്ചിരിക്കുകയാണെന്ന് ചിലർ പറഞ്ഞു നടക്കുമായിരുന്നു. അതേ നേരത്ത് മറ്റു ചിലർ ഗുരുദേവന് ഇപ്പോൾ രോഗം വളരെ ഭേദമായിട്ടുണ്ട് എന്ന് പറയുമായിരുന്നു. മറ്റൊരു കൂട്ടർ ഗുരുദേവൻ സാധാരണ പോലെ ഭക്ഷണം കഴിക്കുകയും നടക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ വേറൊരു കൂട്ടർ ഗുരുദേവൻ ഇപ്പോൾ എഴുന്നേറ്റിരുന്ന് ഭക്ഷണം കഴിക്കുകയോ നടക്കുകയോ ചെയ്യുന്നില്ലെന്ന് പറയുകയും ചെയ്യുമായിരുന്നു. അതിനാൽ ഏതാണ് വാസ്തവം എന്ന് തിരിച്ചറിയാൻ അക്കാലത്ത് പലർക്കും പലപ്പോഴും കഴിഞ്ഞിരുന്നില്ല. മഹാകവി ഉള്ളൂരിന്റെ അവസ്ഥയും അങ്ങനെ തന്നെ. ആയിടെ ഒരവസരത്തിൽ ഗുരുദേവന് ശരീരവേദന മുൻപത്തേക്കാൾ അധികമാണെന്ന് അദ്ദേഹം അറിയുവാനിടയായി. അപ്പോൾ ഗുരുദേവന്റെ മഹത്വം സ്വയം നിർണയം ചെയ്തറിഞ്ഞിരുന്ന ഉള്ളൂരിന് ഒരു സംശയമുണ്ടായി. അനേകർക്ക് രോഗശാന്തിയും രോഗവിമുക്തിയും ഭൂതപ്രേത ബാധാദികളിൽ നിന്നും രക്ഷയും നൽകിയിട്ടുള്ള ഗുരുസ്വാമിക്ക് അദ്ദേഹത്തെ ബാധിച്ചിരുന്ന രോഗത്തിൽ നിന്നും വേദനയിൽ നിന്നും സ്വയം വിമുക്തനായിക്കൂടെയോ? ഗുരുദേവന്റെ ആത്മീയ ശക്തിയും യോഗശക്തിയും കൊണ്ട് സ്വയം രോഗശമനം സാധ്യമായിരിക്കെ അതിന് വഴിപ്പെടാത്തത് എന്താണ്? എത്ര ആലോചിച്ചിട്ടും അക്കാര്യത്തിൽ ഒരു സ്ഥിരമായ വ്യക്തത അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ തെളിഞ്ഞു വരികയുണ്ടായില്ല. ആ വേളയിൽ ഒരു ദിവസം മഹാകവി ഉള്ളൂർ ഗുരുദേവനെ നേരിൽ കാണാനായി ശിവഗിരിയിൽ എത്തിച്ചേർന്നു. ഗുരുദേവൻ അപ്പോൾ കണ്ണടച്ചു നിദ്രയിലെന്ന പോലെ കിടക്കുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന വൈദ്യന്മാരും ശിഷ്യന്മാരും കൂടി ഉള്ളൂരിനെ ഗുരുസന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അദ്ദേഹം കിടക്കക്കരികിൽ എത്തിയ ഉടൻ ഗുരുദേവൻ കണ്ണുകൾ തുറന്നു. ഉള്ളൂർ ശിരസ് നമിച്ചു വന്ദിച്ചു. ഒരു ചെറിയ മന്ദഹാസത്തോടെ ഗുരുദേവൻ വലതുകരമുയർത്തി ഇരിക്കാൻ ആംഗ്യം കാട്ടി. എങ്കിലും അദ്ദേഹം ഇരിക്കുകയുണ്ടായില്ല. ആ രോഗാവസ്ഥയിലും ഗുരുദേവന്റെ മുഖ തേജസ് അനിർവചനീയമായിരുന്നു. ആ മുഖകാന്തി ദർശിച്ച് ഉള്ളൂർ അല്പനേരം നിശബ്ദനായി നിന്നു. ഗുരുദേവൻ ഇരിക്കാമല്ലോ. അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റൂളിൽ ഉള്ളൂർ ഇരുന്നു. ഉള്ളൂർ, ദീനത്തിനിപ്പോൾ ആശ്വാസമുണ്ടോ? ഗുരുദേവൻ, ആശ്വാസത്തിന് കുറവൊന്നുമില്ലല്ലോ. ഉള്ളൂർ തന്റെ സംശയ നിവാരണത്തെ ഉദ്ദേശിച്ചുകൊണ്ട് അപ്പോൾ ചോദിച്ചു, അവിടത്തേക്ക് തന്നെ ഈ ദീനം നീക്കിക്കൂടായോ? ഗുരുദേവൻ, ശരീരമല്ലയോ? ഉള്ളൂരിന് പിന്നീടൊന്നും ചോദിക്കുവാനുണ്ടായിരുന്നില്ല. ശരീരമെന്നത് നശ്വരമാണെന്നും ദീനം ആ ശരീരത്തെ മാത്രമാണ് ബാധിക്കുന്നതെന്നും അങ്ങനെയുള്ള ശരീരത്തെ വൃദ്ധിക്ഷയങ്ങളിൽ നിന്നും പരിരക്ഷിക്കുന്നത് ഒരു സത്യദർശിക്ക് ചേർന്നതല്ലെന്നും ശരീരത്തിന്റെ സുഖമല്ല ഒരു മഹാത്മാവ് കാക്ഷിക്കുന്നതിനും ഒക്കെയുള്ള സത്യത്തിന്റെ സൂചനകൾ ആ ഒറ്റ വാക്കിൽ ഉത്തരത്തിലുണ്ടെന്ന് ചിന്തിച്ചപ്പോൾ ഉള്ളൂരിന് ബോധ്യമായി. സ്നേഹപൂർവ്വം, രഞ്ജൻ കയനാട്.